പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഞാൻ മഹാനായ വി എസ് അച്യുതാനന്ദൻ്റെ പേര് ഉച്ചരിക്കരുത് എന്നുള്ള ഒരു നിർദ്ദേശം CPM-ൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതായി ഇതിനുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പല സ്ഥലങ്ങളിലും വെച്ച് എൻ്റെ പ്രചരണ വാഹനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള സംഭവങ്ങളിലെല്ലാം തന്നെ ഉയർന്നു വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വി എസ് അച്യുതാനന്ദനെക്കുറിച്ച് ഞാൻ സംസാരിക്കരുത് എന്നാണ്. അതുകൊണ്ട് തന്നെ വി എസ് അച്യുതാനന്ദനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇനി ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, വി എസ് അച്യുതാനന്ദനെക്കുറിച്ച് അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർത്തുന്നതുമായി ബന്ധപ്പെട്ട ചരിത്രത്തെക്കുറിച്ച് അതിനെക്കുറിച്ചൊന്നും അല്ല ഞാനിവിടെ പറയാൻ പോകുന്നത്. വി എസ് അച്യുതാനന്ദൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വളർച്ചയിൽ വഹിച്ചിട്ടുള്ള പങ്കിനേക്കാൾ ഉപരി 2001-2006 കാലഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദൻ കേരളത്തിൽ നടത്തിയ പ്രതിപക്ഷ പ്രവർത്തനവും ആ പ്രതിപക്ഷ പ്രവർത്തനം വി എസ് അച്യുതാനന്ദൻ നടത്തിയപ്പോൾ അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് ആ പ്രതിപക്ഷ പ്രവർത്തനത്തിന് വി എസിൻ്റെ ആ പ്രതിപക്ഷ പ്രവർത്തനത്തിന് ഞാൻ നൽകിയ സഹായവും അക്കാര്യവുമാണ് ഞാൻ ഇവിടെ കൂടുതലായി സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം 2001 അന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തോറ്റു, പക്ഷേ വി എസ് ജയിച്ചു. അങ്ങനെ വി എസ് അന്ന് പ്രതിപക്ഷ നേതാവായി. ആ പ്രതിപക്ഷ നേതാവായ ആ 2001-2006 കാലഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദൻ നടത്തിയിട്ടുള്ള പ്രതിപക്ഷ പ്രവർത്തനം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിലും സമാനതകൾ പറയാൻ കഴിയാത്ത ഒരു പ്രവർത്തനമായിരുന്നു. എന്താണ് യഥാർത്ഥ പ്രതിപക്ഷ പ്രവർത്തനമെന്ന് ജനങ്ങളെ ആകെ ബോധ്യപ്പെടുത്തുന്നതായിരുന്നു വി എസ് അച്യുതാനന്ദൻ്റെ ആ 5 വർഷക്കാലത്തെ പ്രതിപക്ഷ പ്രവർത്തനം. എങ്ങനെ ജനങ്ങൾക്കൊപ്പം നിന്ന് പോരാടണം, എങ്ങനെ ഇരകൾക്കൊപ്പം നിന്ന് പോരാടണം, എങ്ങനെ ഇരകളുടെ താല്പര്യത്തിനനുസൃതമായി പ്രവർത്തിക്കണം എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും വി എസ് അച്യുതാനന്ദൻ ആ കാലഘട്ടത്തിൽ കാണിച്ചു കൊടുത്തത് നമുക്കറിയാം. മതികെട്ടാൻ വനംകൊള്ളയുമായി ബന്ധപ്പെട്ട് അതിനെതിരായി വി എസ് നടത്തിയ പ്രചരണം, പൂയംകുട്ടി വനംകൊള്ളയുമായി ബന്ധപ്പെട്ട് വി എസ് നടത്തിയ പ്രചരണം, ജീരകപ്പാറ വനംകൊള്ളയുമായി ബന്ധപ്പെട്ട് വി എസ് നടത്തിയിട്ടുള്ള പ്രചരണം, എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി വി എസ് നടത്തിയിട്ടുള്ള പ്രചരണം, ഓൺലൈൻ ലോട്ടറി മാഫിയയ്ക്കെതിരായിട്ട് വി എസ് നടത്തിയ പ്രചരണം, അഴിമതിക്കും ഭൂമി കയ്യേറ്റത്തിനും പോലീസ് അതിക്രമങ്ങൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കുമൊക്കെ എതിരെ വി എസ് 2001-2006 കാലഘട്ടത്തിൽ നടത്തിയ ഉജ്ജ്വലവും ഉദാത്തവുമായിട്ടുള്ള ആ പ്രചരണ പ്രവർത്തനങ്ങൾ 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ഒരു പുതിയ രാഷ്ട്രീയ ശൈലി കേരളത്തിൽ വികസിച്ചു വരുന്നതിനും ആ 2006 തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായത് എന്നതിൽ നിന്നും വളരെ വ്യക്തമാണ്. സുഹൃത്തുക്കളെ, 2001-2006 കാലഘട്ടത്തിൽ വി എസ് നടത്തിയ പ്രചരണത്തിലൂടെ വി എസ് എല്ലാ വിഭാഗം ജനങ്ങളുടെയും വലിയ തോതിലുള്ള പിന്തുണ വി എസ് നെഞ്ചേറ്റുകയുണ്ടായി. പക്ഷേ നിർഭാഗ്യവശാൽ എന്താ സംഭവിച്ചത്? 2006 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വി എസ് അച്യുതാനന്ദന് സ്ഥാനാർത്ഥിത്വം നൽകാതിരിക്കാനുള്ള ശ്രമം കേരളത്തിൽ അന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ നടന്നത് നമുക്ക് ഓർമ്മയില്ലേ സുഹൃത്തുക്കളെ? അതിനെ തുടർന്ന് വി എസിനെ മത്സരിപ്പിക്കേണ്ട എന്നുള്ള തീരുമാനം പോളിറ്റ് ബ്യൂറോ എടുത്തു. ആ പോളിറ്റ് ബ്യൂറോ അങ്ങനെ ഒരു തീരുമാനം എടുത്തതിനെ തുടർന്ന് ലക്ഷക്കണക്കിന് ജനങ്ങൾ തെരുവിലിറങ്ങുകയും വി എസ് അച്യുതാനന്ദന് വേണ്ടി ശക്തമായി വാദിക്കുകയും ചെയ്തതിനെ തുടർന്ന് CPM-ന് വി എസ് അച്യുതാനന്ദനെ മത്സരിപ്പിക്കേണ്ട എന്നുള്ള പോളിറ്റ് ബ്യൂറോ തീരുമാനം മാറ്റിവെച്ചുകൊണ്ട് വി എസിനെ മത്സരിപ്പിക്കേണ്ടി വന്നില്ല സുഹൃത്തുക്കളെ. അങ്ങനെയല്ലേ 90-95 സീറ്റുകൾ നേടി വി എസ് അച്യുതാനന്ദൻ 2006 തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നത്. സുഹൃത്തുക്കളെ, ആ പ്രവർത്തനമെല്ലാം വി എസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വി എസ് അച്യുതാനന്ദൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി വി എസ് അച്യുതാനന്ദൻ നടത്തിയ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാമുള്ള ഏകോപനവും വി എസിന് ആവശ്യമായിട്ടുള്ള പിന്തുണയും നൽകാൻ അന്ന് എനിക്ക് കഴിഞ്ഞിരുന്നു. അത് ഇന്ന് പൊതുസമൂഹം കൃത്യമായി അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. വി എസ് നടത്തിയിട്ടുള്ള എല്ലാ പോരാട്ടങ്ങളും ഏകോപിപ്പിക്കുന്നതിനും അതിന് ജനങ്ങളുടെ പിന്തുണ ഉറപ്പാക്കുന്നതിനും അതിന് മാധ്യമശ്രദ്ധ ഉറപ്പാക്കുന്നതിനും മാധ്യമപ്രവർത്തകരുടെ പിന്തുണ അതിന് ഉറപ്പാക്കുന്നതിനും ഒക്കെ തന്നെ അന്ന് അദ്ദേഹത്തിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്നുള്ള നിലയിൽ എനിക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ജനങ്ങൾ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. സ്വാഭാവികമായും ആലപ്പുഴ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞാനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഈ കാര്യങ്ങൾ എങ്ങനെയാണ് സുഹൃത്തുക്കളെ എനിക്ക് ജനങ്ങളോട് പറയാതിരിക്കാൻ കഴിയുക? ഒന്ന്, വി എസിനെക്കുറിച്ച് എനിക്ക് എങ്ങനെയാണ് ജനങ്ങളെ ഓർമ്മിപ്പിക്കാതിരിക്കാൻ കഴിയുക? കാരണം വി എസിനെ ഇന്ന് ചവറ്റുകൊട്ടയിലേക്ക് തള്ളിയിരിക്കുമല്ലേ പിണറായി വിജയൻ.
പിണറായി വിജയൻ നമുക്കറിയാം 2016 തെരഞ്ഞെടുപ്പിൽ വി.എസ്. അച്യുതാനന്ദനെ കാണിച്ചാണ് 140 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. എന്നിട്ട് തെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോൾ വി.എസ്. അച്യുതാനന്ദനെ കരിയാപ്പല പോലെ വലിച്ചെറിഞ്ഞില്ലേ? വി.എസ്. അച്യുതാനന്ദനെ ഏതൊക്കെ നിലയിലാണ് പാർട്ടിയിൽ നിന്ന് തള്ളിക്കളഞ്ഞതെന്നും വി.എസ്. അച്യുതാനന്ദനെ ഏതൊക്കെ നിലയിലാണ് ഈ പാർട്ടിയിൽ ഇട്ട് പീഡിപ്പിച്ചതെന്നും ഒക്കെ ഉദാഹരണങ്ങൾ സഹിതം പറഞ്ഞ് ഞാൻ നിങ്ങളുടെ സമയം ചെലവഴിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ സാഹചര്യത്തിൽ വി.എസ്. അച്യുതാനന്ദനോട് CPM നടത്തിയിട്ടുള്ള വി.എസ്. അച്യുതാനന്ദനെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി CPM നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, വി.എസ്. അച്യുതാനന്ദൻ പറഞ്ഞ മഹാമനുഷ്യൻ്റെ സംഭാവനകൾ, ഇതൊക്കെ ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ അറിയിക്കുകയും ആ മഹാനായ വി.എസ്. അച്യുതാനന്ദൻ്റെ കൂടെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഞാൻ പ്രവർത്തിച്ച കാലഘട്ടത്തെക്കുറിച്ച് ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്. ഞാൻ ചെയ്ത ഏറ്റവും വലിയ അഭിമാനകരമായിട്ടുള്ള പ്രവർത്തനമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. ആ കാര്യങ്ങൾ പറയുമ്പോൾ അത് പറയാൻ പാടില്ല എന്ന് പറയാൻ ഈ ഭൂമുഖത്ത് ഒരു ശക്തിക്കും കഴിയില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം അതായിരിക്കും. ജനങ്ങൾ അത് തിരിച്ചറിയുന്നുണ്ട് എന്നും എനിക്ക് പറയാനുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പുന്നപ്രയിൽ വി.എസിൻ്റെ ജന്മസ്ഥലത്ത് ഞാൻ സംസാരിച്ചിരുന്നു. അവിടെയും ഒക്കെ തന്നെ ജനങ്ങളത് തിരിച്ചറിയുന്നുണ്ട്. ഞാൻ വയലാർ എന്ന് പറയുന്ന ആ പ്രധാനപ്പെട്ട ചുവന്ന മണ്ണിൽ ഞാൻ പ്രസംഗിച്ചിരുന്നു. അവിടെയും ജനങ്ങളത് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം എന്ന് പറയുന്നത് മഹാനായ വി.എസ്. അച്യുതാനന്ദനെക്കുറിച്ച് ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയും ആ വി.എസ്. അച്യുതാനന്ദനോടൊപ്പം അദ്ദേഹത്തിനോടൊപ്പം നിന്ന് ഞാൻ നടത്തിയ പ്രവർത്തന പഥങ്ങൾ ജനങ്ങളെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളതുമാണ്. അതുകൊണ്ട് ആ കാര്യങ്ങൾ അറിയിക്കാതെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തണമെന്ന് ഇനി ഒരു ശക്തി വന്ന് പറഞ്ഞാലും അത്തരത്തിലുള്ള പ്രചരണ പ്രവർത്തനത്തിൽ നിന്ന് ഒരു മില്ലിമീറ്റർ പോലും പുറകോട്ട് പോകാൻ ഞാൻ തയ്യാറാവില്ല എന്ന് വോട്ടർമാരെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മഹാനായ വി.എസ്. അച്യുതാനന്ദൻ്റെ കൂടെ നിന്ന് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിൽ ഈ മണ്ഡലത്തിലെ വോട്ടർമാർ എന്നെ പിന്തുണയ്ക്കണമെന്നും എന്നെ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ എന്നെ വിജയിപ്പിക്കണമെന്നും അവരോട് അഭ്യർത്ഥിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്.